ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് സെപ്റ്റംബർ 16, സമയം ഏകദേശം 9:18 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കോൾ ഓപ്ഷനിലാണ്. സോ ഞാൻ ആദ്യം ട്രേഡ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലോജിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ നിന്ന് 140 ഇൻ ദ മണി കോൾ ഓപ്ഷൻ 140 ക്വാണ്ടിറ്റി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഫയേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനൊരു ട്രേഡ് എടുത്തത് ആ ലോജിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താൽ പോലും ഇതുപോലുള്ള നോളജ് നിങ്ങൾക്ക് കിട്ടാൻ ചിലപ്പം പാടായിരിക്കും. സോ നോട്ട് ചെയ്ത് വെച്ചിരുത്തോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറയാൻ വേണ്ടി പറ്റും മാർക്കറ്റ് ബുള്ളിഷ് സ്ട്രക്ചറാണ്, അല്ലേ? ഈ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് ബുള്ളിഷാണ്. അതിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല, റൈറ്റ്? സോ ബുള്ളിഷ് സ്ട്രക്ചർ മീൻസ് അവിടെ ആരാണ്? ബയറാണ് സ്ട്രോങ്. ബുള്ളിഷ് മാർക്കറ്റിൽ ബയറാണ് എപ്പോഴും സ്ട്രോങ് ആയിട്ട്. അപ്പോൾ നമുക്ക് പറയാം മാർക്കറ്റിൽ ബയറാണ് ഇപ്പം റീസെൻ്റ്ലി സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത് പറയാം. ആൻഡ് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ്, ഇന്നലത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇതൊരു സൈഡ് വേസ് മാർക്കറ്റാണ്. തീരെ ഫ്ലാറ്റായ ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് കഴിഞ്ഞ ദിവസത്തെ. അപ്പോൾ ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും താഴെ ലെവലിൽ നിന്ന് ബയർ വരാനും താഴെ ലെവലിൽ നിന്ന് ബയർ എപ്പോഴും പൊസിഷൻ എടുക്കാനും മുകളിൽ വരുന്ന സമയത്ത് സെല്ലേഴ്സ് പൊസിഷൻ എടുക്കാനും. ഇതാണ് നോർമലി ഒരു സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. മുകളിൽ വരുന്ന സമയത്ത് വില കൂടുതലും താഴെ വരുന്ന സമയത്ത് വില കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സൈഡ് വേസ് മാർക്കറ്റ്. ഓവറോൾ ബയേഴ്സിനും സെല്ലേഴ്സിനും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന എന്താണ്? 55,000 55,000 ലെവൽ നമുക്ക് അവിടെ തൊട്ട് മുകളിലുണ്ട്, റൈറ്റ്? ഇവിടെ നമുക്ക് കാണാം. സോ അവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ 2 തവണ റെസിസ്റ്റൻസ് ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നോർമലി കഴിഞ്ഞ ദിവസം സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടാവും, അല്ലേ? സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അത് എസ്പെഷ്യലി കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, റൈറ്റ്? അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ സൈഡ് വേസ് അല്ല, കഴിഞ്ഞ ദിവസം സൈഡ് വേസ് മാർക്കറ്റ്, അതിന് മുൻപത്തെ സ്ട്രക്ചർ വൈസ് നോക്കുവാണെങ്കിൽ ബുള്ളിഷ് മാർക്കറ്റ്. അപ്പം ഈ ലെവലിൽ നിന്ന് താഴെ ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ. കാരണം താഴെ ലെവലിൽ നിന്ന് ബയേഴ്സ് പൊസിഷൻ എടുക്കും. അപ്പം ആ ഒരു ലോജിക്കിലാണ് ഞാനൊരു ട്രേഡ് എടുത്തിരിക്കുന്നത്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 മിനിറ്റ് ആയുള്ളൂ. അതിന് മുമ്പ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് അവിടെ ഉണ്ട്, റൈറ്റ്? കോൺഫിഡൻറ്റ് മീൻസ് അതൊരു ഓവർ കോൺഫിഡൻ്റ് അല്ല. ഇൻ കേസ് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സൽ വരാം. ഇത് എൻ്റെ ഒരു വ്യൂ ആണ്. ഇത് റോങ് ആവാം, അല്ലേ? മാർക്കറ്റ് എപ്പോഴും സുപ്രീമാണ്. മാർക്കറ്റിനെ എപ്പോൾ വേണമെങ്കിൽ ഏത് ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് നടത്താം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ്, ഒരു എവിടെയാണ് റോങ് ആവുന്നത്. ഞാൻ ഇൻ കേസ് ഇതിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ എൻ്റെ വ്യൂ റോങ് ആവും, ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും, റൈറ്റ്? ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ഡേ ഹൈ ബ്രേക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ആ ഒരു ബ്രേക്കൗട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ടാർഗറ്റ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ ബിറ്റ്വീൻ 60 to 100 പോയിൻറ്റിൻ്റെ ഉള്ളിൽ, റൈറ്റ്? സോ ഇതാണ് എൻ്റെ ഒരു വ്യൂ. ആൻഡ് വെയിറ്റ് ചെയ്യാം, ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് ബാച്ച് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ശനിയാഴ്ചയാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ്. ഓൾറെഡി കുറച്ചൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് ഏകദേശം ഈ ഒരു പോയിന്റിലാണ് എൻട്രി എടുത്തിരുന്നത്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. 55,000 ലെവലിൽ നിന്ന് ഇപ്പോൾ ബ്രേക്കൗട്ട് നടക്കുമെന്ന രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നോക്കാം ബ്രേക്കൗട്ട് നടക്കുമോ ഇല്ലയോ നോക്കാം. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റണ്ണിങ്ങിലാണ്. അത്ര വലിയ മൊമെൻ്റ് ഒന്നും കാണുന്നില്ല. ബട്ട് സ്റ്റിൽ ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ പ്രീമിയത്തിലൊരു സ്പൈക്ക് എന്തായാലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ വെയിറ്റിംഗ്, എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, സോ 55,000 ലെവൽ ജസ്റ്റ് ബ്രേക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. പ്രീമിയം മൂവ്മെൻറ്റ് പോയിന്റ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ടാർഗറ്റ് നിയർലി ഒരു 70 പോയിൻ്റ് അടുത്ത് കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? സോ ഇനി എന്തെങ്കിലും തരത്തിലുള്ള റിജക്ഷൻസ് വരുവാണെങ്കിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. കാരണം ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവിടെ 55,000 ലെവലിൽ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവും. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ അത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് അവരൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ ബുക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു ഗ്രീഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മാർക്കറ്റിനെ മനസ്സിലാക്കുക, മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അതർ പാർട്ടിസിപ്പൻറ്റ്, അല്ലെ? മാർക്കറ്റിൽ ഒരുപാട് പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. അവരുടെ സൈക്കോളജി കൂടി ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് നമുക്ക് എന്താണ് ട്രേഡ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഇവിടുന്ന് റിവേഴ്സ് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 60 പോയിൻറ്റിനുള്ളിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറും. ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പോയിന്റ്, 100 പോയിൻറ്റോ 150 പോയിൻ്റോ ഒക്കെ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഞാനത് ക്യാപ്ചർ ചെയ്യും, റൈറ്റ്? അവിടെയാണ് ഒരു ട്രേഡറിൻ്റെ സ്കിൽ എന്ന് പറയുന്നത്. വെയിറ്റ് ചെയ്യാം, ബ്രേക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ബാച്ച് സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്.
നെറ്റ്വർക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്യാം. ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എന്താണ്, നിങ്ങളത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ പ്രോഫിറ്റ് ആവും എന്നുള്ള ഫേക്ക് വാഗ്ദാനങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിലുള്ള റീഫണ്ട് പോളിസിയൊക്കെ അതിനകത്തുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അഗെയിൻ ബ്രേക്കൗട്ട് കൂടി വേറെയാണല്ലോ. പ്രീമിയത്തിൻ്റെ ഒരു ഹൈ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസത്തെ പ്രീമിയത്തിൻ്റെ ഹൈ അതുകൂടി ബ്രേക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഒരു സ്പൈക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഓപ്ഷൻ സെല്ലേഴ്സൊക്കെ പ്രീമിയത്തിൻ്റെ ഹൈ മുകളിലൊക്കെ ആയിരിക്കും. ഓപ്ഷൻ സെല്ലേഴ്സ്, കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ സ്റ്റോപ്പ് ലോസ് ഒക്കെ കീപ്പ് ചെയ്യാം. സിസ്റ്റമാറ്റിക്കലി അതിൻ്റെ മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മുകളിലോട്ട് ഒരു സ്പൈക്ക് വരുന്ന സമയത്ത് അതൊക്കെ ഹിറ്റ് ചെയ്ത് സൈഡ് സ്പൈക്ക് പ്രീമിയത്തിൽ വരും, റൈറ്റ്. വെയിറ്റിംഗ്. അതുപോലെ പിന്നെ എന്താണ്, നമ്മൾ ഡിസിപ്ലിനോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക ട്രേഡിങ്ങിൽ, റൈറ്റ്. നമ്മളത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കിട്ടുന്ന കാര്യമൊന്നും അല്ലാതെ നമ്മളത് അതിലുള്ള ഹാർഡ് വർക്ക് ചെയ്യണം. അത് കമ്മിറ്റ്മെൻറ്റ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം, റൈറ്റ്. ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം, ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, പഠിക്കണം മാർക്കറ്റ് എങ്ങനെയാണ്, സൈക്കോളജി കാര്യങ്ങളൊക്കെ. അതർ പാർട്ടിസിപ്പൻറ്റിൻ്റെ സൈക്കോളജി കൂടി പഠിക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് നമുക്ക് ട്രേഡ് കൺസെപ്റ്റ്. അത് ഇന്നത് അതായത് ഇപ്പോൾ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ സ്മാർട്ട് മണി കൺസെപ്റ്റ്, ഇൻഡിക്കേറ്റർ, അങ്ങനെ നമ്മൾ ഏത് എടുത്താലും നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടി പറ്റും. അത് ഇന്നത് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. പല ആൾക്കാരും പറയുന്ന ആൾക്കാർ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താൽ എല്ലാം ഫാൾസ് ആണ്. അങ്ങനെയല്ല, നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ പറയുമ്പോൾ സ്മാർട്ട് മണി കൺസെപ്റ്റാണ് ബെറ്റർ എന്ന്. അങ്ങനെയല്ല, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് നമ്മുടെ സൈക്കോളജിക്ക് അനുസരിച്ചുള്ള ഒരു സിസ്റ്റം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുണ്ട്, ഞാൻ വോളിയം പ്രൊഫൈലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ അപ്കമിങ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, റൈറ്റ്. ഒരു ഏർലി ആക്സസ് എന്ന രീതിയിൽ ഞാൻ ആദ്യം കൊടുക്കുന്നത് സ്റ്റുഡൻസിനാണ്, ഓക്കെ, പ്രയോറിറ്റി. ഡെഫിനറ്റ്ലി ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ സാറ്റർഡേ സൺഡേയിൽ എഡ്യൂക്കേഷണൽ വീഡിയോസ് ഒരുപാട് എഡ്യൂക്കേഷണൽ വീഡിയോസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ വരുന്നതായിരിക്കും, റൈറ്റ്. സോ ബ്രേക്കൗട്ട്, സൂപ്പർ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹൈ വൊളാറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ടിൽ തന്നെ പ്രീമിയത്തിൽ ബാങ്ക് നിഫ്റ്റി ഒരു 150 to 1 പോയിൻ്റൊക്കെ സ്പൈക്ക് ചെയ്ത് പോയിരുന്നേനെ. പക്ഷേ ഇന്നത്തെ കൈൻഡ് ഓഫ് മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് നോക്കിയാൽ മതി, ബിലോ 10.5 സംതിങ് ആണ് ഇന്ത്യ വിക്സ് എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മൊമെൻറ്റേ നമുക്ക് പ്രീമിയത്തിലും കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അഗെയിൻ ഒരു ബ്രേക്കൗട്ട്. സോ ഐ തിങ്ക് എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ബ്രേക്കൗട്ടിലാണ് എൻ്റെ എക്സിറ്റ് പ്ലാൻ ചെയ്തിരുന്നത്. ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്, അത്യാവശ്യം എൻ്റെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രീഡ് എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോഴാണ് വരിക, അല്ലേ? അപ്പോൾ അത് വരുന്നതിന് മുൻപേ എക്സിറ്റ് ചെയ്ത് മാറുക. ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നിയർലി ഒരു 110-120 പോയിൻ്റ് അടുത്ത്, ഓക്കെ. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് ഇനി പുതിയ ട്രേഡേഴ്സൊക്കെ വരും, 55,000 ലെവൽ, അല്ലെ? ഈ റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ ബ്രേക്കൗട്ടിൽ എൻട്രി എടുക്കാം. അപ്പോൾ അവരൊക്കെ എൻട്രി എടുത്തോട്ടെ, അതിന് മുമ്പ് നമ്മുടെ ട്രേഡുകൾ അവസാനിപ്പിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് പോവാണ്, ഓക്കെ. അപ്പോൾ എൻട്രി എടുത്തത് ഏകദേശം ഒരു പോയിന്റിൽ എക്സിറ്റ് ഇവിടെ നിന്ന് ചെയ്തു. സോ ഡൺ ഫോർ ദ ഡേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.